നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ ശയന പ്രദക്ഷിണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ തളർന്നു വീണ 3 ഉദ്യോഗാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റി. എമ്പുരാനും ED റെയ്ഡും ഇതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. വുമൺ CPO റാങ്ക് ലിസ്റ്റ്, അതായത് PSCയിൽ പോലീസിൽ കയറിയവർക്ക് വേണ്ടിയുള്ള നിയമനം നടക്കുന്നില്ല എന്നൊരു ന്യൂസ്. ഈ ഒരു EDയും എമ്പുരാനും എല്ലാം കാരണം ആരും ഡിസ്കസ് ചെയ്യാതെ വിട്ടൊരു കേസാണ്. ഇതേപോലെ CPO റാങ്ക് ലിസ്റ്റിനെ പറ്റി ഞാൻ ഒരു 2-3 ആഴ്ച മുമ്പ് വീഡിയോ ചെയ്തിട്ടേ ഉണ്ടായിരുന്നു. ഇപ്പം അടുത്തത് വുമൺ CPO. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണം. കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, അതും പഠിച്ചു വാങ്ങിയതാണ്, പിൻവാതിൽ നിയമനം പോലുമല്ല. പഠിച്ചു വാങ്ങിയ ജോലി കിട്ടണമെന്നും പറഞ്ഞ് സമരം ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ. 100% ലിറ്ററസി ഷെയറെന്നും പറഞ്ഞ് കിടന്ന് കരഞ്ഞാൽ പോരാ. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച ജോലിക്ക് വേണ്ടിയാണ് ഈ ഒരു സമരം നടത്തേണ്ടി വന്നത്. എന്തൊരു ഗതികേടാണ് അവരുടെയൊക്കെ അവസ്ഥ. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി വെയിൽ, മഴ ഇതെല്ലാം കൊണ്ട് അവർക്ക് കിട്ടേണ്ട ജോലി, പഠിച്ച് നേടിയ ജോലി വേണമെന്ന് അവരെ കാലി വീണ് അഭ്യർത്ഥിക്കുകയാണ്. അതും അധികാരികൾ ശ്രദ്ധിക്കാൻ വേണ്ടി പല രീതിയിലുള്ള സമരങ്ങളാണ് അവർ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും ആ വീഡിയോസൊക്കെ കാണുമ്പോൾ. ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനും PSC വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പാടാണെന്ന്, എത്ര നാളത്തെ എഫേർട്ടാണതെന്ന്. അതൊന്നും ചിലപ്പം ഈ മണ്ടയിലിരിക്കണവന്മാർക്ക് മനസ്സിലാവില്ല. PSCയിലെ മണ്ടയിലിരിക്കണവന്മാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഏത് വഴി അവിടെ എത്തിയെന്ന് നമുക്കൊരു പിടിയുമില്ല. ശമ്പളം മാത്രം ഇങ്ങനെ സർക്കാർ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനാണെന്നറിയില്ല. എക്സാം നടത്തും, എന്തിനാണെന്നും അവർക്ക് പോലും അറിയില്ല. ചുമ്മാ ഇങ്ങനെ എക്സാം നടത്തുന്നുണ്ട്, അതിനനുസരിച്ച് ആളെ എടുക്കുന്നുണ്ടോ അതുമില്ല. പിന്നെ എന്തിനാണ് എക്സാം നടത്തുന്നത്? വേക്കൻസി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എക്സാം നടത്താൻ പോകുന്നത്? നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ ശയന പ്രദക്ഷിണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ തളർന്നു വീണ 3 ഉദ്യോഗാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റി. 977 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നിയമനം നടത്തിയത് 268 പേർക്ക് മാത്രമാണെന്നും ഉദ്യോഗാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നു. കണ്ണു തുറക്കൂ സർക്കാരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സെക്രട്ടേറിയറ്റ് നടയിലെ പൊരുവെയിലത്ത് വനിതകൾ ശയനപ്രദക്ഷിണം നടത്തിയത്. അല്പമൊന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ 3 ഉദ്യോഗാർത്ഥികൾ തളർന്നു വീണു. ഇവരെ സഹപ്രവർത്തകരും പോലീസും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. നിയമനം തേടി സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങിയപ്പോൾ അധികാരികൾ തന്ന വാക്കും വിശ്വസിച്ചാണ് ഇതുവരെ മുന്നോട്ട് പോയതെന്ന് ഉദ്യോഗാർത്ഥികൾ. ലിസ്റ്റിൽ വരും, ജോലി കിട്ടുമെന്നും പറഞ്ഞ് ഇതൊരിക്കും PSC നോക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ്. എന്റെ അച്ഛൻ വർഷാപോണിക്കാരനാണ്, എന്നെ അച്ഛൻ കഷ്ടപ്പെടുത്തിട്ടാണ് വളർത്തിയതൊക്കെ. എന്നിട്ട് അദ്ദേഹത്തിനെയൊക്കെ നോക്കാൻ നമുക്കൊരു ബാധ്യത കാണൂലേ? ആ ഒരു രീതിയിലാണ് സത്യം. കല്യാണം പോലും വേണ്ടാന്ന് പറഞ്ഞ് പഠിച്ച് ലിസ്റ്റ് വന്നിട്ട് ഭയങ്കര കഷ്ടമാണത്. നിയമനം കണ്ടില്ലേ, ഓരോരുത്തരുടെ അവസ്ഥ കണ്ടില്ലേ? എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും അവർ ഈ ലിസ്റ്റിൽ വന്നത്. പലരുടെ അവസാന ചാൻസ് പോലും ആയിരിക്കും. PSC വർക്കൗട്ട് ചെയ്യുന്നവർക്കറിയാം, ഒരു പ്രായം കഴിഞ്ഞാൽ പോലീസ് എന്ന ആ ഒരു കാറ്റഗറിയിൽ എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ വന്നിട്ട് അധികാരികൾ എന്താണ് തിരിഞ്ഞു നോക്കാത്തതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന്. അവർക്കിത് ഡിസേർവിങ് അല്ലേ? പോലീസിലോട്ട് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ടാസ്ക് ഒന്നുമല്ല. എക്സാം, ഫിസിക്കൽ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, പല കടമ്പകളുണ്ട്. നമ്മളെ പേരിൽ ഒരു സിംഗിൾ പെറ്റി കേസ് ഉണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ലിസ്റ്റിൽ നമുക്ക് വരാൻ പറ്റില്ല. അത് PSC വർക്കൗട്ട് ചെയ്ത് ഇതിൻ്റെ പിറകെ നടക്കുന്നവർക്കറിയാം. ഒരു പെറ്റി കേസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പലതരം പേപ്പേഴ്സ് സ്ഥലത്ത് പോയി സബ്മിറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാവണമെന്നില്ല, ഇതിൻ്റെ പിറകെ നടക്കുന്നവർക്ക് മനസ്സിലാവും. ആ ഒരു സിംഗിൾ പെറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആദ്യത്തെ ബാച്ചിൽ പോകാൻ പറ്റില്ല. അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് അവരിതുവരെ എത്തിയത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത, ഈ വേക്കൻസി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എക്സാം നടത്തുന്നത്? ആർക്ക്? പിള്ളേർക്ക് പരീക്ഷ എഴുതി പഠിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ എക്സാം നടത്തുന്നത്? ഒരു ഐഡിയയും കിട്ടുന്നില്ല. വേക്കൻസി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എക്സാം നടത്തിക്കരുത്. ഓരോ വർഷവും ഇത്ര എക്സാം നടത്തിക്കോളാമെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും നേർച്ച വല്ലതും ഉണ്ടോ? പിള്ളേർക്ക് ഇങ്ങനെ ഇത്രയും പ്രതീക്ഷ കൊടുത്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ലിസ്റ്റിൽ വന്നിട്ട് ജോലിയും കൊടുക്കില്ല. സേനയിൽ ആളില്ല എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ നിയമനം നടത്തുക, അല്ലെങ്കിൽ വേക്കൻസി ഇല്ല എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുക, എക്സാം നടത്താതിരിക്കുക. ഇത് പലതരം കടമ്പകളിലൂടെ കടന്നു വന്ന് ഇത്ര എത്തിയിട്ട്
ജോലിയുടെ തുമ്പത്തെത്തിയിട്ട് ജോലിയില്ലെന്ന് പറഞ്ഞാൽ ഏകദേശം 11 മാസമാണ് ഇവർ വെയിറ്റ് ചെയ്തത്. 11 മാസം ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി. 11 മാസം ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പലരെയും കയറി ഇറങ്ങി കണ്ടു ഇവർ. എല്ലാവരും ഇന്ന് നടത്താം നാളെ നടത്താമെന്നും പറഞ്ഞ് എന്തോന്ന് കളിപ്പുള്ള ആളാണ് നിൻ്റെയൊക്കെ. പഠിച്ചു കിട്ടിയ ജോലിയാണ്, പഠിച്ചു കിട്ടിയ ജോലി തെണ്ടി വാങ്ങിക്കേണ്ട അവസ്ഥയാണ് അവർക്ക്. എന്തുകൊണ്ടാണ് കേരളത്തിലെ പിള്ളേർ ഇപ്പോൾ പഠിക്കാൻ ഇവിടെ ഇല്ല, എല്ലാം വിദേശത്ത് പോകണമെന്നല്ലേ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കുക. ഇതെല്ലാം ഒന്ന് മുൻനിർത്തി. കഷ്ടമാണ്, ഭയങ്കര കഷ്ടമാണ്. ടാഗൊന്ന് മാറ്റിയിടണം നിന്റെ വള്ളി. കണ്ടില്ല അവരുടെ അവസ്ഥകൾ. അവിടെ വന്ന് സമരവും ചെയ്ത് അവരുടെ ആരോഗ്യം കളഞ്ഞ് അവർ തന്നെ പഠിച്ചു നേടിയ ജോലിക്ക് വേണ്ടിയാണ്. അവർ ഫ്രീ ആയിട്ട് ഒരു ആനുകൂല്യവും തരണം എന്നല്ല അവർ പറയുന്നത്. പഠിച്ചു നേടിയ ജോലി മാത്രമാണ് അവരപേക്ഷിക്കുന്നത്. എത്ര നാളായി അതിൻ്റെ മുമ്പിൽ സമരം ചെയ്യുന്നു? ഇതാദ്യമായിട്ടൊന്നുമല്ല. 3 വർഷം മുമ്പത്തെ കേസെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അവർ ചെയ്യാത്ത സമരമുറകളില്ല. എന്നിട്ടും ഒറ്റ മനുഷ്യർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ്. അധികാരികളൊക്കെ എന്തിനാണ് ഇവർക്കെതിരെ കണ്ണടയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ പഠിച്ചു വാങ്ങിയ ജോലി കൊടുത്താൽ എന്താണ് നിങ്ങൾക്ക്? കഴിഞ്ഞ ഇലക്ഷൻ്റെ നോട്ട റിസൾട്ട് ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും എന്തുമാത്രം നോട്ട വന്നിട്ടുണ്ടെന്ന്. അതൊക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ആണെന്ന് ഇപ്പർക്കും മനസ്സിലായിട്ടില്ല പലർക്കും. വോട്ട് ചോദിക്കാൻ സമയമാകുമ്പോൾ കുറേ എണ്ണം വരും വീട്ടിലോട്ട്, പിന്നെ വഴിക്ക് കണ്ടിട്ടില്ല ഒരുത്തന്മാർ. എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ഫെമിനിസ്റ്റുകളോടാണ്. എവിടെയാണ് നിങ്ങൾ? ഞാൻ ഒറ്റ ആളും ഇതിനെതിരെ പ്രതികരിച്ച ഒരു വീഡിയോയോ ഒരു പോസ്റ്റോ ഒന്നും ആരും പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇവരൊന്നും സ്ത്രീകളല്ലേ? നിങ്ങൾ പറയുന്ന സ്ത്രീ എന്ന കാറ്റഗറിയിൽ ഇവർ വിടില്ലേ? പുരുഷന്മാരെ കാര്യം വിടും. ഇത് വുമൺ CPO ലിസ്റ്റാണ്, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ലിസ്റ്റാണ്. എന്നിട്ടും നിങ്ങൾക്കതിൽ ഇടപെടാനോ സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ ഇതിലോട്ട് നേടിക്കൊടുക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല. കുറേ എണ്ണം ഉണ്ടല്ലോ തലപ്പത്ത് കയറി ഇരുന്ന് ഫെമിനിസ്റ്റുകളാണെന്ന് പറയുന്ന. എവിടെയാണ്? ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ ഈ ഫെമിനിസ്റ്റുകൾ മുന്നോട്ടിറങ്ങി ഇവർക്ക് വേണ്ടി സപ്പോർട്ട് എന്ന രീതിക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. ഒറ്റ മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല ഫെമിനിസ്റ്റ് എന്നും പറഞ്ഞ് നടക്കുന്ന. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട് കുറേ എണ്ണം സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ. അത് എപ്പോഴാണ് ഉണരുന്നത്? മറ്റേ ഹൈ പ്രൊഫൈലിലുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും സെക്ഷലി അസോൾട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ വരും. സ്ത്രീയാണ്, അതാണ്, ഇതാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഉൾപ്പെടെ ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇത്രയും നാൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഒറ്റ മനുഷ്യർ ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന സോ കോൾഡ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ഒറ്റ ഒരെണ്ണം ഇതിനെതിരെ പ്രതികരിക്കുകയോ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതേസമയം ഇതൊരു നടി വല്ലതും ആയിരുന്നെങ്കിലോ അപ്പം വന്നനെ ജസ്റ്റിസ് ഹാഷ്ടാഗ് എൻ്റെ അമ്പു. ഞാൻ ഒരിക്കലും ഫെമിനിസത്തിന് എതിരൊന്നുമല്ല. ഈ പറയുന്ന കേട്ടിട്ട് ഞാൻ ഫെമിനിസ്റ്റ് അല്ല എന്നൊന്നും വിചാരിക്കണ്ട. ഞാനും അങ്ങനെയൊക്കെ ചിന്താഗതിയുള്ള ഒരാൾ തന്നെയാണ്. ഭയങ്കര പുരോഗമനമൊന്നുമില്ല എങ്കിലും ഞാനും ഫെമിനിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ചോദിക്കുകയാണ്, ഈ എവിടെ? അവിടെ അവർ ശയനപ്രദക്ഷിണം നടത്തി, ഉപ്പിൻ്റെ മണ്ടയിൽ കയറി നിന്നു. ഇതെല്ലാം എന്തിനാണ്? അധികാരികളുടെ ശ്രദ്ധ പറ്റാനാണ്. എന്നിട്ട് ആരെങ്കിലും ഒരാൾ അവിടെ ചെല്ലുകയോ ചെല്ലുന്ന പോട്ട് പിന്നെ ഒരു പോസ്റ്റ് എഴുതിയിടാൻ പറ്റാത്തവരാണ് അവിടെ ചെല്ലുന്നത് ഇവിടെ ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഈ ഫേസ്ബുക്കിലോ എങ്ങനെയെങ്കിലും ഇത് അധികാരികൾ അറിയട്ടെ എന്ന രീതിയിൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കുകയോ ഒരു പോസ്റ്റെങ്കിലും ഇട്ടോ? ഇല്ല. കാരണം ഇത് ജനശ്രദ്ധ നേടുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് അവരത് ചെയ്യില്ല. അത്രയേ ഉള്ളൂ. കഷ്ടം. ഫെമിനിസം എന്ന് പറഞ്ഞ് നടന്നാൽ മതി കുറേ എണ്ണം. തത്സമയ ദൃശ്യങ്ങളിലേക്ക് അടക്കമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടത്. കഴിഞ്ഞ ദിവസവും അവർ പ്രതിഷേധം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ശയന പ്രദക്ഷിണമായിരുന്നു റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ കല്ലുപ്പിൽ കയറി മുട്ടുകുത്തി എന്നുള്ള പ്രതിഷേധമാണ്.
സനകൻ വേണു കണ്ടില്ലേ, ആദ്യത്തെ ദിവസം ശയന പ്രദക്ഷിണം, രണ്ടാമത്തെ ദിവസം ദാ ഈ ഒരു രീതിയിൽ. ഇതെല്ലാം അധികാരികളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ലിസ്റ്റ് തീരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ഞാൻ പറയണം, പ്ലീസ്. ഞാനല്ല, എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതായിരിക്കും. വേക്കൻസി ഇല്ലെങ്കിൽ എക്സാം നടത്താൻ പോകരുത്. കറക്റ്റ് ഇത്ര വേക്കൻസി ഉണ്ട്, അതിന് മാത്രമേ എടുക്കൂ എന്ന രീതിയിൽ നിങ്ങൾ എക്സാം നടത്തുക. ഒരു വേക്കൻസി ആളിനെ എത്തി എടുക്ക്. 10,000 പേര് ലിസ്റ്റിൽ വന്നിട്ട് വെറും 200-300 പേരെയാണ് എടുത്തത്. എന്തിനാണ്? ആരെ കാണിക്കാനാണ്? ഈ പോക്കാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ യൂത്ത് എന്ന കാറ്റഗറി കേരളത്തിൽ കാണില്ല. ഒരു 2030 എല്ലാം വിദേശത്ത് പോകും. നമ്മുടെ നാടിന് വേണ്ടി ചിലവഴിക്കേണ്ട എനർജി എത്രയും അവർ ബാക്കിയുള്ള നാട്ടിൽ പോയി കഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ പഠിച്ച് നേടിയ ജോലി കൊടുക്കാൻ വയ്യ. പഠിച്ച് നേടിയ ജോലി. പിൻവാതിൽ നിയമനത്തിനൊക്കെ ഭയങ്കര ഉഷാറാണല്ലോ. നിങ്ങൾ യൂത്തിന് വേണ്ടി ഇവിടെ ഒന്നും ചെയ്യണില്ല. പഠിച്ചു വാങ്ങിയ ജോലിയെങ്കിലും ഒന്ന് കൊടുക്കുക. 10 പേരെങ്കിൽ 10 പേര് നാട്ടിലെങ്കിലും കാണും. അല്ലെങ്കിൽ എല്ലാണോ ഓരോ രാജ്യത്ത് പോയി ആ രാജ്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർ പണിയെടുക്കും. 100% ലിറ്ററസി സാർ. കരഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ലിറ്ററസിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. ആ 100% ലിറ്ററസിയും കൊണ്ട് പിള്ളേർ പോവും. ഇവിടെ കിട്ടേണ്ട എനർജിയും പൊട്ടൻഷ്യലും എല്ലാം ബാക്കിയുള്ള നാട്ടുകാർ ഊറ്റിയെടുക്കും. അത് തന്നെയാണ് നടക്കാൻ പോകണം. ഇതൊക്കെ ആരെടുത്ത് പറയാൻ? കുറേ എണ്ണം ഉണ്ട് നേതാവെന്നും പറഞ്ഞ് മണ്ടേ കയറിയിരിക്കുന്ന. എന്ത് യോഗ്യതയാണുള്ളത്? 10ാം ക്ലാസ്സും കുസ്തിയാണ്. കുറേ യോഗ്യത പരീക്ഷകളും വെച്ച് വിദ്യാഭ്യാസം ഇത്ര വേണം ഒരു മന്ത്രിയാവാൻ എന്ന് വെച്ചാൽ പലരും ഇറങ്ങി ഓടുന്നത് കാണാം. കഷ്ടം.